പിന്നെ മനസ്സിലാക്കുക, യഹോവ എന്ന് പറയുന്നത്, ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് റിലീജിയനും കോണങ്ങളും ശിഖണ്ഡി ആരാധനയൊന്നും അല്ല. വൃത്തിഹീനമായതും അതവിടെ വരണല്ലേ. അത് പരിമളമായ സാക്രിഫൈസ്, ഓൺലി സാക്രിഫൈസ് എന്താ പറയണേ? ഇതിന് മുസ്ലിമും ഹിന്ദു റോമൻ കത്തോലിക്കല്ല. യഹോവ എന്ന് പറയുന്നത് അള്ളയും വൃത്തികെട്ട ഡ്രഗ് അടിച്ച് നടന്ന ഖുറാനും ഇതൊന്നുമല്ല. തോറ അല്ലെങ്കിൽ താൽമുഡ്, തനാക്ക് അല്ലെങ്കിൽ അത് ബൈബിൾ എന്നൊക്കെ പറയണത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്വന്തം ലൈഫിലുണ്ടായ അവിടെ അടുത്തടുത്ത് കിട അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളുണ്ടായ രീതി പറയണേ. അവിടെ കുടിച്ച് ഡ്രഗ് അടിച്ച് ഏതോ വേശികളെ കുടിച്ച് ഡ്രഗ് അടിപ്പിച്ചിട്ട് എഴുതി ഖുറാൻ പോലെയല്ല അത്. അപ്പോൾ യഹോവ എന്ന് പറഞ്ഞാൽ എന്താണ്? യഹോവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായി, ഈ സ്വയംഭൂ അത് തന്നെ ഇവിടെ ഉണ്ടായി പറയാൻ ഒമിനിഷ്യൻ്റ് ആണ്, ഓമിപ്രസൻ്റ് ആണ്. ഇവിടെ ഉണ്ടായി, ഇത് ഇങ്ങനെ ഒരു ഇതിലാണ്, ഒരു പ്രത്യേകത ഉണ്ട് അതിന്. ബാക്കിയുള്ളവരെ പോലെയല്ല, ഒരു റയറായിട്ടേ വരുള്ളൂ. അത് പെട്ടെന്ന് ഇവിടെ ഉണ്ടായി എന്ന് പറയും. യഹോവ പറയും യഹോവ ഇവിടെ ഉണ്ടായി, അത് പെട്ടെന്ന് ഉണ്ടായി, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായി എന്താ പറയാനേ, അത് ഹാപ്പൻഡ് എന്ന് പറയില്ലേ. അതെന്താ ഹലുണ്ട എന്ന് പറയുന്നത്? എന്താ അത്? എന്താ ഇപ്പം ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടായി, അത് എന്നേക്കും ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? സ്വയംഭൂ എന്ന് പറയും, സ്വയം. അത് ഒരു രീതിയിലുള്ള ഇതാണ് വരേണ്ടത്, മനസ്സിലാവണ്ട. അത് നിങ്ങൾ വിഡ്ഢി നാവുകൊണ്ട് പറയിപ്പിച്ചത്, നാവ് വിട്ട നാവ് പറയിപ്പിക്കാൻ സ്നേഹിക്കാം, തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ വിട്ട നാവ് കൊണ്ട് വിട്ട വേസ്റ്റ് കഴിച്ചത് എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ചത്ത പോലെയല്ല അത്. നിന്നെ വില ഉണ്ടാക്കിയവരും തമ്മിൽ ചിരിച്ച് അവർ വരെ തോട്ടി വാങ്ങും, അതല്ലത്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഇവിടെ നിങ്ങളുടെ അമ്പളിന്ന്. അത് മാറാൻ പഠിക്കുക. മനസ്സിലാവും. അവിടെ ഏതിന് ഹിന്ദി കുട്ടിക്കഴിക്കണം, വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കണം, അവർ ഇസ്രായേൽ പുരുഷൻ മരിച്ച് പുനരിച്ച് അവരവിടെ വീഴും, അടികൊണ്ട് അവർ വേറെ കൊല്ലിച്ചു കഴിഞ്ഞാൽ. ഒറ്റ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം, സഹിച്ച് കാര്യങ്ങൾ പൊരുതിരിക്കുന്നത് ഒരു വലിയൊരു ആത്മാവ് അതിന് വേണ്ടി പറ്റുള്ളൂ. അത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് തലയ്ക്ക് വരില്ലാണ്ട് ശിഖണ്ഡി ശിവനും ശിഖണ്ഡി വിഷ്ണുവും ശിഖണ്ഡി കുയ്യപ്പനും ചിടുങ്ങൾ മന്ദബുദ്ധികൾക്കൊന്നും പറ്റില്ല. അത് അവർ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കും. നിങ്ങൾക്കറിയാം, വൃത്തിഹീനമായ ശിഖണ്ഡികൾക്ക് ഇവിടെ സ്ഥാനമല്ലേ. പിന്നെന്താ പറഞ്ഞേ ബാക്കി? അപ്പം ശിവനാഗനക്ക് സഹിച്ച് പൊരുതിരിച്ച് എങ്ങനെയൊക്കെ ചെയ്യണതും ഒരു തരം വേറെ ലെവലിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ചിലപ്പോൾ എക്സാജറേഷൻ ആവാം, ചിലപ്പോൾ കുടിച്ചിട്ടൊക്കെ അടിച്ച് അങ്ങനെ ഇതൊന്നും ഇല്ല. ചിലപ്പോൾ പുതിയ യുഗത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു തരം ചേഞ്ച് അങ്ങനെ. അല്ലാണ്ട് റിലീജിയൻ അല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരണല്ലേ. ഇപ്പോൾ ആൽഫ ടോമൈക്ക എന്ന് പറഞ്ഞത് 10 വർഷം ജീവിക്കണ വയസ്സുള്ള കുരങ്ങുന്നുണ്ടായതല്ല. വിഡിത്തം മരുന്ന് കൂട്ടി വാങ്ങി കുടിച്ചിട്ട് ഒരു പരീക്ഷ തോറ്റു, ഡ്രഗ് അടിച്ച് നടന്ന്, അറിവില്ലായ്മ കൊണ്ട് ഡ്രഗ് അടിച്ച് നടന്ന് ബോധമില്ലാണ്ട് എന്തിനു വേണ്ടി ജനിച്ചു, തന്തയ്ക്ക് തളയ്ക്കാൻ ഒരു വില ഇരന്ന് കൂട്ടി ചാവണ പോലെയല്ല, സ്വയം അങ്ങോട്ട് വിലയില്ലാണ്ട് ഇരന്ന് കൂട്ടി വാങ്ങണ പോലെയല്ല. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിൽ ആർക്കും തമാശയ്ക്ക് സാക്രിഫൈസ് ചെയ്യില്ലേ. അപ്പോൾ ആ ആയുസ് കൂട്ടാൻ അത് സ്വാധീനം വരും, പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും കൊറോണ റൈറ്റ് എന്താണെങ്കിലും അവിടെ ഈ ഇതില്ലേ, തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, അതൊക്കെ ഒരു സ്ട്രെങ്ത്തിൽ തേജസ്സും ആയുസൊക്കെ ഉണ്ടായിരുന്നത്. തേജസ് അധികം ഇല്ലെങ്കിലും മൃഗങ്ങളൊന്നും ആക്രമിക്കാണ്ട് ഇങ്ങനെ ദേഷ്യ പരിഭാവമാണ് സ്നേഹിക്കില്ല, പുത്രൻ വിളിക്കുന്ന ഇൻ്റർവോൾസിൽ കുട്ടികളുണ്ടാക്കില്ല. അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വരുമ്പോഴാണ് സ്പിരിച്വൽ ബ്രൈഡ് വരുന്നത്. സ്പിരിച്വൽ ബ്രൈഡ് വരുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കേണ്ട പങ്കുവയ്ക്കാന്ന് വരുന്നത്. അത് ഏഷ്യണി പരിഭാവം, ചതി, കുടിച്ചിട കടിച്ച് നടക്കുക, ബോധമില്ലാണ്ട് കിടക്കുക, എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ചത്തു, എന്തിനു വേണ്ടി ജീവിച്ചെന്നാൽ അവർക്കെല്ലാം അറിയില്ല. നരകി നീങ്ങിയത് എന്തിനാന്ന് കൂടെ അറിയില്ല, ജീവിക്കാന്ന് പറയാൻ പറ്റില്ല തന്നെ. അപ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾ തെറ്റ് അമ്മളി എവിടെ വരേണ്ടത്. നിങ്ങൾക്ക് തോന്നലുകൾ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ MDMA അടിമപ്പെട്ടതല്ല ഇതാണല്ലോ. MDMA കൊണ്ടുവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചിലവാവില്ല. പറയുന്നതും ആക്ട് ചെയ്യുന്നതും വളഞ്ഞിളിഞ്ഞിരിക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാവും. എനിക്കത് എവിടെ കണ്ടാലും ഏത് ഇതാണെങ്കിലും എൻ്റെ മനസ്സിൽ വീഡിയോ പോലെ പറഞ്ഞിരിക്കും. എനിക്ക് ഒളിഞ്ഞിരുന്ന് നിന്നെ ഡ്രഗ് അടിച്ചിരിക്കണ പോലെ തലയ്ക്ക് വരില്ലാണ്ട് വായന്ന് നാവിന്ന് വളി വിട്ട് മോന്ത പോലെ ഇരിക്കേണ്ട കാര്യമില്ല. നീ എന്താ ചെയ്യണേ? എനിക്ക് അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ എനിക്ക് പറയാം, ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണില്ല. അപ്പോൾ എനിക്ക് പറയാം, 40 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് പരീക്ഷ തോറ്റു, ഡ്രഗ് അടിച്ചു, ബീഡി വലിച്ചു, അവിടെ വീണു, ഇവിടെ വീണു, ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു, ഇല്ലാണ്ടായി, ഡൈവോഴ്സ് ചെയ്തു, കുടിച്ച് ഡ്രഗ് അടിച്ച് ചതി പറ്റിയെന്ന് പറഞ്ഞ് നടക്കണ പോലെ അല്ല അത്. അവർക്ക് 40 വർഷം എന്ന് പറഞ്ഞാൽ അവരെന്തായാലും പെടും, മനസ്സിലായ? അപ്പോൾ ആ ടൈപ്പല്ല. വളഞ്ഞ വാക്കുകളും പറഞ്ഞ് നടന്നിട്ട് ഓരോ നാവുകൊണ്ട് വളഞ്ഞവരുടെ കേട്ടിട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് നടന്നിട്ട് ഓരോ വെഡ്ഡി വാക്ക് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് നിൻ്റെ വെഡ്ഡിത്തം ഇവിടെ ചിലവാന്ന് വിചാരിക്കണ്ട, മനസ്സിലാവണ്ട? മര്യാദയ്ക്കാണ് നല്ല രീതിയിൽ പോവാണെങ്കിൽ, ബോധത്തോടെ പോവാണെങ്കിൽ ആ രീതിയിൽ പോകും. അല്ല കുടിച്ച് ഡ്രഗ് നിൻ്റെ കൂട്ടത്തിലുള്ളവർ പറയില്ലേ, അവരെന്താ പറയുക, കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്നു, നമുക്ക് അങ്ങോട്ട് വിലയിലാണ്ട് ചാവാം, നീ ചത്ത കഴിഞ്ഞാൽ നീ വിലയിലാണ്ട് ചത്താൽ അവർക്ക് മാറി ചിരിക്കും ചെയ്യും. അവർ എവിടെയും മാറി നിന്ന് കുറേ നാൾ കഴിഞ്ഞാൽ വീണ്ടും വരുന്നൂട്ടി വാങ്ങും ചെയ്യും. മായും മുസ്ലിമും കുഞ്ചുവാര്യരും ശ്രീകഞ്ഞ എല്ലാം നീ പൊട്ട തെറ്റാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിവില്ല, നീ തോറ്റ വിഡ്ഢി ആയതുകൊണ്ട് തോറ്റ വിട്ട വാക്ക് നാവിന്ന് പറയണു.
എല്ലാ കുഞ്ചുവാര്യരും ഫേക്ക് അല്ല എല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ ഫേക്ക് മോന്തയുള്ള കുഞ്ചുവാര്യരും 5 അടി 6 ഇഞ്ചുള്ള ഷിജിനും കുമ്മൂട്ടി മാമുക്കോയ എല്ലാം ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടുള്ളവരാണ്. അവർ പറയില്ല ക്രിസ്ത്യാനിറ്റി ശരിയാണെന്ന്. അവരുടെ വായിന്ന് ഈ നെറികെട്ട ഈ വൃത്തികെട്ട വെഡ്ഡി ചാണക്യൊക്കെ അറിയില്ലേ? ഞാൻ ഇങ്ങനെ സോഷ്യൽ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ നീ പറയുന്നത് വെഡ്ഡി വാക്ക് എനിക്ക് കൊള്ളിൽ ഏശില്ലാന്ന്, നീ ഡ്രഗ് അടിച്ച് കുടിച്ചത് ഇരട്ടിയുടെ ഡ്രഗ് കുടിച്ച് നീ ആയിരുന്നു ഊട്ടി വാങ്ങാനാണ്ട് വേറെ ഒന്നും ഇല്ലാന്ന്. അപ്പോൾ വെഡ്ഡി തിയറി കൊണ്ട് ഇങ്ങോട്ട് വരരുത്. നിൻ്റെ വെഡ്ഡി കുരുട്ട് ബുദ്ധിയും നിൻ്റെ വെഡ്ഡി MDMA ഇവിടെ ചിലവാവില്ല. മനസ്സിലാവണ്ട? ഒരു കാര്യം അവിടെ ഇവിടെയും പറയണത് കേട്ടോ അവിടെ ഇവിടെ എനിക്ക് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വളി വിട്ട് ഇവിടെ വന്നുള്ള മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കാം. മായും മാമുക്കോയും നിൻ്റെ 5 അടി 6 ഇഞ്ചുള്ളവരെന്താ ചെയ്യുക? ഉറക്കം തൂങ്ങിയ മോന്തിയ വിടർന്ന മുഖമൊന്നും അവർക്കില്ല. ഉറക്കം തൂങ്ങി അതുപോലെ ഇരിക്കും. ഒരു 40 വർഷം ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ പറയിപ്പിച്ച് മാത്രം അങ്ങോട്ട് പറയാറിയാം. അങ്ങനെ പറയിപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് ജയിക്കാൻ പോകണല്ലേ? മെറ്റീരിയൽസ് ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കവരെയും അഭിനയിച്ച് നടന്നിട്ട് ഒരു പെട്ട തലയന്മാർ ജയിക്കാൻ പോകണല്ലേ? മനസ്സിലാവണ്ട? തലയ്ക്ക് സുഖമില്ലാത്ത ശിഖണ്ഡി തലയന്മാരെ പോലെ വെഡ്ഡിമാരുടെ പോലെ ഉരുണ്ട് നടന്നിട്ട് ഉരുണ്ട് കളിച്ച് തെറ്റിൽ അവിടെ വീണ് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ പറയുന്നത് ഔചിത്യമുള്ള കാര്യങ്ങൾ, ജീവിക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ, അത് അവഗണിച്ചിട്ട് വെഡിത്തത്തിന് മുന്നിൽ ഡ്രഗ് അഡിക്സിന് കൂടെ ഇരന്ന് കുട്ടി വാങ്ങാൻ ചാവാൻ കണ്ടുകഴിഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാണ്ട് ഇരന്ന് കുട്ടി വേസ്റ്റായിട്ട് ചാവും ചെയ്യും. വേസ്റ്റിന് വരെ നിങ്ങൾക്ക് സ്വയം വില ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് വില ഉണ്ടാവില്ല. ആത്മാവും പോവും, ഒരു പത്തിനും ഉണ്ടാവില്ല, കോപനും ഉണ്ടാവില്ല. ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് നല്ലത് പറയുമ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് വൃത്തിയോടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഏത് സ്കൂൾ ടൈമിൽ ഏത് കോളേജ് ഇവിടെ വൃത്തികെട്ട സ്ഥലത്തായാലും എവിടെയാണെങ്കിലും. പക്ഷേ ഞാൻ പറയാൻ വിപരീതം നിങ്ങൾ വൃത്തികെട്ട വാക്കുകൾ പറയണ്ടെങ്കിൽ നീ തളർവാദം അല്ല അതിനേക്കാളും വലിയ രോഗം പിടിച്ചിട്ട് കിടപ്പിലോ 10 വർഷമെങ്കിലും കോപനം എല്ലാവരെയും. പിന്നെ ആത്മാവും ഉണ്ടാവില്ല. ഒരു വൃത്തികെട്ട ആര് പറയിപ്പിച്ച ശിഖണ്ഡി വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് ഉണ്ടാക്കിയ ആരും ഓർക്കാനും പോകണില്ല. ഈ വിഡ്ഢികളെ ബോധിപ്പിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ നീ പല രീതിയിലായിരുന്നു കൂട്ടി വാങ്ങും. മനസ്സിലാവണ്ട? ഒരു കോപനും പത്നിയും ഉണ്ടാകുമ്പോഴേ അവരുടെ ആത്മാവും പോകും, അവരുടെ വൃത്തികെട്ട ശരീരവും പോകും. പുനർജന്മം ഒന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പെട്ട തലയും വരെ പുനർജന്മം ഇല്ലാന്ന്. എന്നിട്ട് ഇതും വെഡിത്തം വിശ്വസിച്ച് ഓരോ അമ്പിളിയും ചെയ്തുകൊണ്ടിരുന്ന ആരായാലും കേട്ടോ, 60 വയസ്സായാലും 65 വയസ്സായാലും ഏത് വയസ്സായാലും മുതിർന്ന തലയ്ക്ക് പക്വത ഇല്ലാത്തതുണ്ട്, ബൂസായിട്ട് നടന്ന് നാച്ചുറൽ എല്ലാം വരാണ്ട് പറയിപ്പിച്ച് പറഞ്ഞ ഏത് വെഡ്ഡികളായിക്കോട്ടെ, നാവിന്ന് വളി വിട്ട ഞാനൊരു സോഷ്യൽ വാക്കുകൾ നിങ്ങളെ കുറിച്ച് പറയാണ്ട് വളി വിട്ട നാവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തൂറി വിടണതിൽ പോകും. നിങ്ങളുടെ അവശിഷ്ടം ഞാൻ ക്ലീൻ ആക്കും. നിങ്ങളുടെ തലയ്ക്ക് സൂര്യത്തെ MDMA കൊണ്ട് എന്നോട് താങ്ക് യു പറയിപ്പിക്കുക ചെയ്യും. എനിക്ക് അത് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ളവർക്ക് ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കണ വീടുകൾക്ക് ഇരന്ന് കൂട്ടി ഭൂമിക്ക് ഭാരം ആവാണ്ട് വേസ്റ്റായിട്ട് 30 ബില്യൺ ആണെങ്കിൽ വേസ്റ്റ് ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ് ആണെങ്കിൽ ഇരന്ന് കൂട്ടി ചാവുന്നത് നല്ലത്. മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹിന്ദുസും യഹൂദിയരിലും ക്രിസ്ത്യാനിറ്റിയിലും ഇതിലില്ലാന്നറിയാം. എന്തൊരു പെന്തക്കോസ്തിലും ഈ മുസ്ലിമുകൾ പറഞ്ഞിട്ട് വീണ്ടും അരുന്നൂട്ടി വാങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ നാവിന്ന് വളി വിടുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ അരുന്നൂട്ടി വാങ്ങി വരേണ്ടത് അല്ലേ? വീണ്ടും നിങ്ങളുടെ കുറച്ചിലും മാറ്റാനായിട്ട്, നിങ്ങളുടെ കുരുട്ടുബുദ്ധി മാറ്റാനായിട്ട്, നിങ്ങളുടെ കുരുട്ടുബുദ്ധി ശോഷിച്ച വാക്കുകളും പറഞ്ഞിട്ടുള്ള ഇത് ഇവിടെ ഇല്ല. തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ വിവാഹത്തിനോട് ഇവിടെ ഇല്ലാണ്ട് അങ്ങനത്തെ പങ്കുവയ്ക്കുക അങ്ങനെയാണ്. അതെല്ലാം നല്ല ഡിസ്കസ് ചെയ്താൽ വരും. പക്ഷേ നിന്റെ വെഡിത്ത് എന്താ അങ്ങനെയാണ് ഇത്ര നാളങ്ങനെ അല്ലാതെ ശോഷിച്ച വാക്ക് പറഞ്ഞ് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കാൻ നിന്റെ കുറച്ചിൽ കാരണമാണ് നിന്റെ വായിന്ന് നാവ് വളി വിട്ട നാവ് വരണേ. ഇത്ര വൃത്തിഹീനമായ ശിഖണ്ഡികൾ മൂത്രം ഒഴിച്ചിട്ടും ഗുട്ക തുപ്പി ഒഴിച്ചിട്ട് പല്ല് തേച്ച് അവിടെ തന്നെ തുപ്പിയിട്ട് കഞ്ഞിവെള്ളം അവിടെ തന്നെ കുടിച്ച് അവിടെ തന്നെ ഡ്രഗ് അടിച്ച് നടന്നിട്ട് അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സ് ഇട്ട് കാശ് മേടിച്ച് നടക്കണ ഹിജറകൾ വരെ കുറ്റം പറഞ്ഞ് സിഗരറ്റ് കളിച്ച് നടക്കും 3 വർഷം ക്ലീൻ ആക്കാണ്ട്. അങ്ങനെയുള്ളവരെ ആരാധിക്കാൻ ഞങ്ങൾക്ക് നാണമില്ലേ? പാൻറ് ഷർട്ട് ഇട്ട് വളഞ്ഞിരിക്കും. ബുദ്ധിക്ക് വരെ സ്ഥിരത കുറവുണ്ടോ നിങ്ങൾക്ക് ഈ മൃഗങ്ങളൊക്കെ ആരാധിക്കാൻ? ഇവരൊക്കെയാണ് സൃഷ്ടിച്ചത് അല്ല. അപ്പോൾ ഈ വെഡ്ഡികളെ ഇങ്ങനെ കാണിക്കണതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ വെഡിത്തം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ്. നീയും MDMA തമ്മിൽ കിറങ്ങിയിരിക്കണം. അവർ ആരെങ്കിലും 3 പേര് എന്തെങ്കിലും ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ അരുന്നൂട്ടി വാങ്ങി കൊടുക്കാല്ലാണ്ട് ശരിക്കുള്ള കാര്യം പറയാറിയില്ല. എന്തുകൊണ്ടാണ്? എത്ര പറഞ്ഞിട്ടും നിങ്ങൾ ആ വെഡ്ഡിൽ തന്നെ അരുന്നൂട്ടി വാങ്ങണ പോലെ റിപ്പീറ്റ് ചെയ്യണം. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത് അതിന് എനിക്ക് ചെയ്യാൻ പണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏഷ്യയും പരിഭവം കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങണ പോലെ ചിടുങ്ങൾ കൊണ്ട് അരുന്നൂട്ടി വാങ്ങി സ്വയം വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുഴികളെ ഇറക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആയിരിക്കും ഞാൻ എന്നൊരു പെടാൻ പോലുള്ള നിങ്ങളെ തലയ്ക്ക് സുഖമില്ലാത്ത പോലെ അരുന്നൂട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്ര നാളെ നിങ്ങൾക്ക് അറിയോ 3 വർഷം നിങ്ങൾക്ക് തന്നെ എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഇന്നലെ വന്നോളൂ. അറിയോ 3 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും തോണ്ടി സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണോ വരാ? അല്ല, നിങ്ങൾ അവിടെ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലീസും ഞാൻ നിങ്ങൾ തോർന്നുമ്പോൾ നോക്കിയിരിക്കണമല്ലോ. നിങ്ങൾ എന്നെ തോർന്നുമ്പോൾ നോക്കിയിരിക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ മൊബൈലത്തെ പാസ്വേഡും കാര്യങ്ങളും അതിൻ്റെ പ്രൈവസിയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബോയ് ആണെങ്കിലും ആരാണെങ്കിലും നോക്കിയിരിക്കേണ്ട കാര്യം എന്താ?
ഇത് ഈ പറയേണ്ടി ഒരു ലെവൽ വെച്ച് പറയേണ്ടത് വേറെ സ്ഥലത്തായിട്ട് പറയേണ്ട. ഒരു സ്ഥലത്ത് നിങ്ങൾ ഓട്ടി അങ്ങോട്ട് ബെല്ലടിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾ തെറ്റുണ്ട്, നിങ്ങൾ വളി വിട്ട നാവാണ്, അരുന്ന് കൂട്ടി വാങ്ങണം, പാരലിസിസ് ആവണ ഒരു രീതിയാണ് നിങ്ങൾ സ്വയം അരുന്ന് കൂട്ടി വാങ്ങണതും സ്വയം അരുന്ന് കൂട്ടി വാങ്ങി തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങി നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കും. ഞാൻ പരിശീലനം ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കാനും തോറ്റ് നടക്കാൻ പോയിട്ടില്ലേ. അപ്പോൾ എനിക്ക് പറയാം, ഞാൻ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കാനും പോയിട്ടില്ലല്ലോ, സിഗരറ്റ് വിളിക്കാൻ നിൻ്റെ പോലെ വീട് ക്യാമറയുടെ പൊളി നോക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ക്യാമറ കണക്ഷൻ ഫുൾ എൻ്റെ ഇരിക്കണം, ഞാൻ മൂത്തവനല്ലേ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്യാമറ കണക്ഷൻ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, 22 ലാപ്ടോപ്പ് ഡിസ്കണക്ട് ചെയ്തോ, എനിക്ക് ആവശ്യമില്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയല്ല പറഞ്ഞുണ്ട്, സാധാരണ രീതിയിൽ പറഞ്ഞുണ്ട്. അപ്പോൾ ഇനി ക്യാമറ കണക്ഷൻ ഇരിക്കട്ടെ, ഞാൻ കുടിച്ചിട്ട് കിടക്കാൻ പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സാധാരണ രീതിയിലൊന്നും സംസാരിക്കാൻ അറിയില്ല, ഇങ്ങനെയാണോ വരാ ഇവിടുത്തെ കാര്യങ്ങൾ? അതിന് വേണ്ടിയായിരുന്നു അത്, നിങ്ങളെ വരുത്തിക്കാൻ, മനസ്സിലാവണ്ട. അല്ലാണ്ട് ഒരു MDMA വെഡ്ഡികൾ കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം, ബോധമില്ലാത്ത വളി വിട്ടുന്ന ആ ഒരു ശബ്ദങ്ങൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. എനിക്ക് ഒരു കോണം നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കണമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ, ചികിത്സിക്കണം, നിങ്ങളെ വരും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ വക്കീൽമാരും ബാക്കിയുള്ളവരും നിങ്ങൾ സ്വയം എന്താ ചെയ്യണമെന്ന് ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ചെയ്യണ വെഡ്ഡിത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ അല്ല ആണെന്നല്ല, ഉള്ള കാര്യം അറിയണ്ടെങ്കിൽ അതല്ല, ശരിക്കുള്ള കാര്യം എല്ലാവരും അറിയണ്ടെങ്കിൽ അതനുസരിച്ച് സംസാരിക്കുക. അല്ലാണ്ട് ഫേക്കുകളെ വിശ്വസിച്ച് ആയിരുന്നു കൂട്ടി ചാവാനുള്ള കുറേ ഭംഗിയുള്ളവരുണ്ടാവും, വൃത്തിഹീനമായി ശിഖണ്ഡികളെ ആരാധിക്കണവർ. അങ്ങനെയുള്ളവരെ വെഡിത്തത്തിൽ വിശ്വസിച്ച് ഓരോന്നായിരുന്നു കൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വരരുത്, മനസ്സിലായണ്ട. അപ്പോൾ ഈ അന്ന് നിങ്ങൾ വെഡ്ഡി പ്രൂഫ് കൊണ്ടുവരും, അപ്പോൾ ക്യാമറ ഫുള്ളും എന്നെ ഇരിക്കണമെങ്കിൽ ഇരിക്കും, ഇരിക്കണമെങ്കിൽ ഇരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുത്തി വെച്ചാൽ നിങ്ങൾ തന്നെ ആയിരുന്നു കൂട്ടി വാങ്ങും. നിങ്ങളുടെ വളി വിട്ട വേസ്റ്റ് കഴിക്കണ വായും കൊണ്ടിട്ട് മൂട്ടിയോടെ വിടാണെങ്കിൽ ശരി, നാച്ചുറൽ വേസ്റ്റ് കഴിക്കണ നാവും കൊണ്ട്, വേസ്റ്റ് എന്താ ഡ്രഗ്സും കുടിച്ചും സിഗരറ്റും ബീഡിയും പൈസയുടെ വിലയില്ലാണ്ട് ചാവണതും അതുകൊണ്ട് നാവുകൊണ്ട് വളി വിട്ട നാവും കൊണ്ട് വളി വിട്ട മോന്തി കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇതായിരിക്കും കിട്ടുക. ഇത് കിട്ടിയിട്ട് തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെ ടൈപ്പിൽ വീട് വിട്ടിറങ്ങി അകത്ത് കയറി പോയില്ലേ, ആ ടൈപ്പിലാവാതിരിക്കാൻ നോക്കാം. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ അത് അനുവർത്തിക്കാൻ നോക്കാം. അല്ലാണ്ട് തലയ്ക്ക് വീരാത്ത പോലെ ഡ്രഗ്സ് അടിച്ചു കൊടുത്ത് നടന്നിട്ട് മഞ്ഞളിച്ച് പോയിട്ട് വീട് വിട്ടി സ്വയം ഇറങ്ങി പോകേണ്ട ഒരു 3-4 പോകേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ തോറ്റ് തന്നെ തീരും. മനസ്സിലായി? ഇവിടെ തന്നെ ഇരുന്നൂട്ടി അവിടെ തന്നെ ഇരുന്നൂട്ടി വാങ്ങും. ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. വിപരീതം നോണം കേട്ട് സ്വയം ഞാൻ സാധാരണ രീതിയിൽ സംസാരിക്കാൻ വന്നത്, തെറി വിളിക്കാൻ വന്നില്ല, വാതിൽ തുറന്നില്ല, വീട് വിട്ട് ഇറങ്ങിപ്പോയി. സ്വയം മാറാണ്ട് എളിഞ്ഞും വളഞ്ഞും ചെകുത്താൻ വെടികൾ വരെ കുത്തിയിരുന്ന് നോണയും കേട്ടിട്ട് സ്വയം മാറാണ്ട് കുത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ആയിരുന്നു മൂമെന്റ് അങ്ങനത്തെ പറഞ്ഞു, ആയിരുന്നു കൂട്ടി വാങ്ങും, അത് ജോലി അവിടെ പോകുന്നു പേടിച്ച് അവിടെ നിന്ന് റെൻറ്റ് വീട് വിട്ട് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ളത് നിങ്ങൾ ബെഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്. മായും മാമുക്കായും ഉറക്ക തൂങ്ങി എടുക്കണവരും നിങ്ങൾ ബെല്ലടിച്ച് കുടിച്ചിട്ട് അടക്കിയാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് അനിയന്മാർ. അവർക്ക് ഉറക്ക തൂങ്ങിയ മോദം വീട്ടിൽ അങ്ങനത്തെ ഉള്ളവരാരും സംസാരിക്കാൻ പറയാൻ മുന്നോട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്. ഷിജിൻ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ പേര് വിളിച്ചിട്ടാണ് വരുന്നത്. അതുകൂടെ അറിയില്ല. പേര് വിളിച്ച് സംസാരിക്കാൻ അറിയാത്തവർ അവർ ചാവണ മുമ്പ് ഞാൻ അങ്ങോട്ട് നിങ്ങളോട് സോഷ്യൽ വാക്ക് പറയാണ്ട് വൃത്തികെട്ട വാക്ക് പറയും, ഹിന്ദി കുട്ടികളൊന്നും പറയില്ല, കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കും. അവരും കോപ്പി ചെയ്യില്ല. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടില്ല, വൃത്തിയോടെ പറയാൻ പറ്റില്ല. എന്നിട്ട് നിൻ്റെ വെഡിത്തം, നിൻ്റെ തലയിൽ കയറ്റി വെച്ചാൽ വെഡിത്തം ഉണ്ടല്ലോ, വൃത്തികെട്ട സ്ഥലത്തെ വെഡിത്തം, ബാഡ്ലി മോട്ടിവേറ്റഡ്, അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ പോകേണ്ടത് പോകും. നിങ്ങൾ ഒരു തളർവാദ രോഗം ചത്തു കഴിഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് മുമ്പ് എൻ്റെ പേര് ഓർക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലേ, മനസ്സിലുണ്ടോ? അത്രയ്ക്ക് വെറുപ്പ് അറപ്പാണ്. എന്തുകൊണ്ടാണ്? പേര് വിളിച്ച് ഫേക്ക് പേരും ഫേക്ക് ബർത്ത് ഡേറ്റും വെച്ചിട്ട് കുറെ പറപ്പിച്ച് പറയാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിലൊരു കാര്യമില്ല. സ്വന്തമായിട്ടൊന്നും നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഈ വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് ജീവിതം കളയാല്ലാണ്ട് ജനിച്ചതോ വേസ്റ്റായിട്ട് ഇരിക്കാം. ഒരു ക്യാമറ നിങ്ങൾ രക്ഷിക്കാനും പോകണല്ലേ, മനസ്സിലുണ്ടോ? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാൻ. ഈ വെഡ്ഡികൾ പലതും ഇപ്പം പല 91 തൊട്ട് 90s ഇറങ്ങിയ 2005 2015 പോട്ടെ, ഇപ്പം മൊത്തം MDMA എല്ലാവരും കാണാൻ പോണേ. ഇത് കൊണ്ട് തലയിൽ കയറ്റി വെച്ചാൽ എല്ലാം ചിലപ്പോൾ ഒരാൾ മാത്രമല്ല പലരും പാരലിസിസ് ആവും. പാരലിസിസ് കിടക്കേണ്ടി വന്നാൽ പിന്നെ എൻ്റെ പേര് 1 മില്ലി സെക്കൻഡ് മുമ്പ് ഓർക്കുന്നവരെ എനിക്ക് വെളുപ്പം പേര് ചൊല്ലി സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഉള്ള കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ദ്രവിച്ച കണ്ണും വെച്ചിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ് കേട്ടിട്ട് മാറാൻ പഠിക്കുക. ഉള്ള കാര്യം പറയണം. ഉള്ള കാര്യം പറയുമ്പോൾ അതുപോലെ സംസാരിക്കുക. അവിടെ വേറെ അവിടുത്തെ കാര്യം ഞങ്ങൾ വേറെ വന്നു അതല്ല, ഞങ്ങൾ ആരെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പറയാൻ വന്നാൽ അതിനെക്കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ തിരിഞ്ഞ് ഇങ്ങനെ വേറെ രീതിയിൽ പോകേണ്ട അവസ്ഥ വന്നെങ്കിൽ നിന്നാലും ചോദിച്ചാൽ ഒറ്റ വാക്കാണെങ്കിലും വിശദീകരിച്ച് പറയുകയാണെങ്കിലും അതിനുള്ള ഉത്തരം പറയും. പിന്നെ മനസ്സിലായ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മറിവ് എന്താ ഉള്ളത്? ഈ കുടിച്ചിട്ട് അകടിച്ച് ബൂസായിട്ടുള്ള ഒരു ഇത്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മറിവ് ജീവിക്കാൻ അർഹത ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തമ്മിൽ വില കൽപ്പിക്കാണ്ട് തമ്മിൽ നിങ്ങൾ ഇല്ലാണ്ടാക്കണ രീതിയിലാക്കിയിട്ടുണ്ട്. ധൈര്യം ഇല്ലാത്തവരായതുകൊണ്ട്, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണ വെഡ്ഡികളായതുകൊണ്ട്,
എനിക്ക് 1000 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചാലും എന്ത് കൂടെ ജീവിച്ചാലും ആരുടെ കൂടെ ജീവിച്ചാലും എനിക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഡ്രഗ് അടിച്ച് നടക്കില്ല. പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ചുക്ക പൊക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രഗ് അടിച്ചുകൊണ്ട് നടക്കും. ക്ഷീണം, വിഷമം, പേടി, ധൈര്യം ഇല്ലാത്ത നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തത് നിങ്ങൾക്ക് വിഡ്ഢികളായിട്ട് ഇതുള്ളത് മനസ്സിലാണ്ട. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പഠിക്കും. അല്ലെങ്കിൽ നിന്റെ പോലെ ചതി വെട്ടി ഡ്രഗ് അടിച്ചുകൊണ്ട് തന്നു ബോധനേണ്ടായി നല്ല കാണിക്കുന്നത് ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പഠിക്കും. കാണാം, ചെയ്യാം, ടെക്സ്റ്റൈൽ ചെയ്യാം. ഇൻട്രോഡ്സ് നടക്കണ്ട ഇല്ല. ഒരു കാര്യം തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യാൻ മനസ്സിലാക്കുക. കാരണം അവർ കുറ്റം പറഞ്ഞ് എങ്ങനെ ഞാൻ പുള്ളിയിൽ ഹേറ്റഡ് വെച്ചിട്ടല്ല നടക്കുന്നത് മനസ്സിലാവണ്ടേ. അത് മുമ്പേ പറഞ്ഞിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നുമില്ല. നിങ്ങളും ഞങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങൾ പേര് കളി സംസാരിക്കാറിയാങ്ങളെ അങ്ങനെ അവർ ചത്ത് കഴിഞ്ഞാൽ പേര് അതിൻ്റെ ഓർക്കുന്നത് എനിക്ക് ഉറപ്പാന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കവർ തലയ്ക്ക് വിവരില്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഫീൽ ചെയ്തു എനിക്ക് ചിന്തഭാരമുണ്ട്, എനിക്ക് ചിന്താഗതി കുഴപ്പമുണ്ട് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കുന്നവരാണ് പെടാൻ പോണവർ. അവർ ചികിത്സിക്കണവർ വരെ തലയ്ക്ക് പോക്കാണ്. 2 ഭാഗം പോക്കായിട്ട് MDMA കളിച്ച് പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഷിജിനും കൂമക്കോയും എല്ലാവരും ഇതാണ്. അവർക്കിത് പറയേണ്ട കാര്യമില്ല. ഓർക്കം തൂങ്ങിയ മോദിയും 5 അടി 6 ഇഞ്ച് വെച്ച് നടന്നിട്ട് പറപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ചെറിയ മൃഗങ്ങൾ പോലെ കുഞ്ഞുങ്ങളാണോ പറപ്പിച്ച് പറയാനായിട്ട്? ഏതെങ്കിലും ഡ്രഗ് അടിച്ച് നടന്നവർ പറഞ്ഞത് കേട്ടിട്ട് പറയിപ്പിക്കാൻ നാണാവല്ലേ? സ്വയം മ്ലാനത തോന്നുള്ളൂ നിങ്ങൾക്ക്. എൻ്റെ അരുന്ന് കൂട്ടി വേസ്റ്റ് അടിച്ചാത്ത ഒരു പുനർജനം ഒരു ഒന്നില്ലേ ഞങ്ങൾക്കറിയാം. ശരിക്കുള്ള കാര്യം പേര് ചൊല്ലി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എത്രയും വേഗം ഈ ഭൂമിക്ക് ഭാരമാവാണ്ട് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായിരിക്കും. ആരായാലും എന്തായാലും വിപരീതം ചെയ്യണം. എന്തായാലും നിലനിൽക്കണവർ നിലനിൽക്കാനും ചെയ്യും. 2 ബില്യൺ ആയാലും എത്രയാണെങ്കിലും മനസ്സിലാവണ്ട. എത്രയും മനുഷ്യർക്ക് 30 ബില്യൺ എല്ലാം പോക്ക് കേസുകളാണെങ്കിൽ വിപരീതമാണെങ്കിൽ എത്ര പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ മാറാൻ തയ്യാറല്ലെങ്കിൽ പുഴുത്ത് നാറി വേസ്റ്റ് ഒരു ആത്മാവ് വരെ അവരോട് ഇല്ലാണ്ടായിക്കോട്ടെ. വായ നാവുകൊണ്ട് വളി വിട്ട് ഹിന്ദി കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കന്നഡ കണ്ട് മലയാളി MDMA എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവരിത് പറയില്ല. മനസ്സിലാവണ്ട. ഫേക്ക് ശവങ്ങളെയും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല ഇവിടെ. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ വിഡിത്തം ആഭരണീയമായത് സഹിച്ച് കാര്യങ്ങൾ പുനരുദ്ധരിക്കുന്ന വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പോലെ ഡ്രഗ് അടിച്ച് നടന്നാൽ ഒറ്റ അടി അടിച്ചാൽ അവിടെ വീഴും. ആരടിച്ചാൽ നിങ്ങളുടെ പോലെ വെഡ്ഡികൾ തമ്മിൽ കൊല്ലിക്കുമ്പോൾ മനസ്സിലാവണ്ട. നിന്റെ പോലത്തെ വെഡ്ഡികളെങ്കിൽ ഫിസിക്കലി തല്ലേണ്ട കാര്യമില്ല. എന്തുകൊണ്ടത്? നിങ്ങളുടെ പല പടു വെഡ്ഡികൾ ആദ്യമേ തൊട്ട് ജനിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് നിന്നെ അടിക്കേണ്ട കാര്യം? ഇപ്പോൾ കുടിച്ച ഡ്രഗ് അടിച്ചതാണ് ചത്ത് നീ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആത്മാവ് തന്നെയാണ്ട് നീ സ്വയം നിന്നെ കുടിച്ച് ഡ്രഗ് അടിപ്പിക്കണം. ആർക്കും നിന്നോട് വിലയില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. തമ്മിൽ നിന്റെ ഭാര്യയ്ക്ക് വരെ നിന്നെ വില ഉണ്ടാവില്ല. പാരലിസിസ് ചത്ത് കഴിഞ്ഞാൽ ഈ വളി വിട്ടെന്ന് ആവും കൊണ്ട് നടന്ന് പേര് വിളിച്ച് സംസാരിക്കാറിയില്ലേ? അത് നീ ഓർത്ത് വെച്ചോ. നീ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നടക്കുക. മനസ്സിലാവണ്ട. തലയ്ക്ക് സുഖമില്ലാത്ത ഞാൻ പേഷ്യൻസിനും വൃത്തിയുടെ സ്ഥലത്ത് മുഞ്ഞ പപ്പ പഞ്ഞ പറയാൻ പോയിട്ടില്ലേ? പിന്നെ നീ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് കൊള്ളുമോ? ഡ്രഗ് അടിച്ച് ഞാൻ കുടിക്കാൻ പോവോ? ഇല്ല. അപ്പം ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ഉള്ളിൽ കയറ്റി വയ്ക്കുക, മാറാൻ പഠിക്കുക. അല്ല വീണ്ടും വളി പെട്ടെന്നാവും മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക് ചെയ്യണ പോലെ മാമുക്കോയകൾ ചെയ്യണ പോലെ കുഞ്ചുവാരിയിൽ പറയിപ്പിച്ച് ശ്രീകണ്ഠികൾ അരച്ചിട്ട് ഡൈവോഴ്സും ചെയ്ത് ഫേക്കും പേരും വെച്ചിട്ട് കുറേ അബോർഷനും പിൽസും കഴിച്ചിട്ട് കുറേ തമിഴും ഹിന്ദി കുട്ടികളുടെ കൂടെ നടക്കണ പോലെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് കാണും ആ വിഡ്ഢികളുടെ കൂടെ എൻ്റെ അടുത്ത് അടി കിട്ടണ പോലെ വേറെ ഇതിലവർ ഓടും. തൂറ്റളൊക്കെ അവരുടെ വീണാൽ ഞാൻ അത് വരെ ഞാൻ വൃത്തിയാക്കും. മനസ്സിലാവണ്ട. അല്ലാണ്ട് നിന്റെ അവര് തലയ്ക്ക് സുഖമില്ലാത്തവരാണ് വൃത്തിയാക്കണം അപ്പം തന്നെ വൃത്തിയാക്കാം. അല്ലാണ്ട് വേസ്റ്റ് അവിടെ ക്ലീൻ വെടിപ്പ് നീ MDMA കഴിച്ച് നിനക്ക് വൃത്തിയാക്കാൻ പറ്റണമെങ്കിൽ ഞാൻ നിന്നെ വൃത്തിയാക്കും. മനസ്സിലാവണം നിങ്ങൾക്ക്? നിന്റെ ഡ്രഗ് അടിച്ച് നിന്റെ പെണ്ണുങ്ങൾ വരെ നിന്നെ വൃത്തിയാക്കില്ല. എന്തുകൊണ്ട്? നിന്റെ പെണ്ണിന്റെ വായിന്ന് വളി വിട്ടാൽ നാവ് വരണേ. നിന്റെ മക്കൾ വരെ MDMA കഴിച്ച് നടക്കുന്നത് കേട്ടിട്ട് മനസ്സിലാകണ്ട. ആരെന്താ പറയണ പഠിക്കാൻ മനസ്സിലാക്കാൻ പഠിക്കും. നിന്റെ വൃത്തികെട്ട കൂടെ ഇരിക്കണ വൃത്തികെട്ട മോന്തൽ സൗണ്ട് ഓർത്ത് ചെകുത്താൻ വെടിയാണ് എത്രയും പെട്ടെന്ന് നിന്നെ കൊല്ലിക്കത്. എന്താ വെച്ചാൽ നിന്നെ ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് പറപ്പിച്ചിട്ട് ശിഖണ്ഡികളെ അരച്ചിട്ട് ശിഖണ്ഡികളെ പിറപ്പിച്ച് അബോർഷൻ കുറച്ച് ഏൽപ്പിച്ച് സാധാരണ പോയി കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ കൂടെ കുറെ പിൽസും കഴിച്ച് ശ്വാസം പൊട്ടി തന്നിട്ട് ചെകുത്താൻ വെഡ്ഡികളായ സ്ത്രീകൾ നാണം കെട്ട ശവങ്ങൾ അങ്ങോട്ട് അവർ സോഷ്യൽ വാക്കുകൾ പറഞ്ഞാൽ ഇങ്ങോട്ട് വൃത്തികെട്ട വാക്കുകൾ പറയേണ്ടത് നാണം കെട്ടില്ലാണ്ട് അവർ ഇരുന്ന് കരയും ചെയ്യും. തളർവാദ രോഗം പിടിച്ച് ഏരുന്ന് കൂട്ടി ആത്മാവും ഇല്ലാണ്ട് അവരുടെ വേസ്റ്റ് ശരീരം ആർക്കും വേണ്ട. മനസ്സിലാവണ്ട. ഒരു പത്മിനിയും ഇല്ല, പുനർജന്മവും ഇല്ല. അത് ഓർത്തിരുന്ന നീ ഒരു വേസ്റ്റ് ശവങ്ങളെ ഓർത്തിരിക്കാന്ന് ആർക്കും വേണ്ടി വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കുക. അതാ ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ മുസ്ലിംസും കുറെ പാറുഖാൻ അഫ്താബും തന്തേനെയും തള്ളേനെയും മൃഗീയമായി കൊല്ലിച്ചിട്ട് ചേച്ചീനെ ഭ്രാന്തിയാക്കി ഈ വൃത്തിഹീനമായ ശിഖണ്ഡികളെ അരച്ചിട്ട് ഈ ഷിജിനും മാമുക്കോയും എല്ലാം തന്നെയാണ് സെയിം നടക്കണേ. ഒരു പെട്ടത്തലയും മോഹൻലാലും എല്ലാത്തും നോക്കി എല്ലാവരുടെ മോന്ത പിളറി 5 അടി 6 ഇഞ്ച് വെച്ചായിരിക്കണേ. പറയിപ്പിച്ച മാത്രം പറയാറിയാർക്ക് ലോകം മൊത്തം കേട്ടിട്ട് നീ വെടുത്ത റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഏത് ടെററിസ്റ്റ് കേന്ദ്രത്തിൽ അവർക്ക് തട്ടിക്കൊണ്ട് പോയാലും ഞാൻ നിലനിൽക്കാൻ അവരുടെ 10 വർഷമെങ്കിലും. മനസ്സിലാണ്. എന്തുകൊണ്ടാണ്? നീ അവിടെ പറയിപ്പിച്ച് പറയണ വെട്ടി ഡ്രഗ് അടിച്ച് ബൂസ് ചെയ്യുന്ന അപ്പം തന്നെ അവരെ വെട്ടി കൊല്ലുന്നത് തന്നെ.
അപ്പൊ എവിടെ എന്ത് പ്രസൻസാ, എവിടെ നിൽക്കണേ, എന്ത് രീതിയിൽ നിൽക്കണേ, ഏത് രീതിയിൽ നിന്ന് നിൽക്കണേ, ആര് പറയിപ്പിക്കാണ്ട് നിൽക്കണേ, ആര് കൊണ്ടുപോയി എന്ത് ചെയ്യണു, ആരുടെ കൂടെ നിന്നാലും ആരും ഒറ്റയ്ക്ക് ഫില്ലാണ്ട് കാര്യങ്ങൾ സ്ട്രെങ്ത്തിൽ വേസ്റ്റ് കഴിക്കാണ്ട് നടക്കണമെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ വേറെ വെടികളെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഹിജടകൾ വരെ പെണ്ണുങ്ങളെ കുടിച്ച് ഡ്രഗ് കുറ്റം പറഞ്ഞ് നടക്കുന്ന വീണ് അവിടെ പാരലൈസായിട്ട് വീഴും. ഇതൊന്നുമല്ല ആക്ടിങ് ആണെങ്കിൽ കാശ് പഠിക്കേണ്ട പറയിപ്പിച്ച് പറയും. ഈ ശിഖണ്ഡികൾ എന്താ ചെയ്യുക, അങ്ങനെ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ, സമയം എടുക്കും. കറക്റ്റ് സമയത്ത് അവരെ ഈ ഗുഡ്ക്ക് കഴിച്ച് നടക്കണം, വൃത്തിഹീനമായി നടക്കും. 3 വർഷമൊക്കെ വൃത്തിഹീനമായ ഒരു ഇടുങ്ങിയ മുറിയിൽ താമസിക്കണ മലയാളി MDMA ഹിജടകൾ, ഹിന്ദി കുട്ടികൾ എങ്ങനെയാണെങ്കിൽ ഒരു കാര്യമില്ല, ഇങ്ങനെ ജനിച്ചിട്ടും നിരങ്ങി നീങ്ങിയിട്ടും ഇങ്ങനെ ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി, ഹിന്ദി കുട്ടികളെ ആരും കോപ്പി ചെയ്യാൻ പോകില്ല. ഒരു ഹിന്ദി കുട്ടിക്ക് ഇത് പറയില്ല നിന്നോട്.